എടി നീ എന്തിനാ പറയുന്നേ? അമ്മ ബിന്ദു വെച്ച് ഞാൻ മേലിൻ്റെ വല്ലാണ്ട് പറയുന്നു. എനിക്കാക്കുന്നില്ല, അമ്മയെ തിന്നല്ലോ എന്നെല്ലാം ചോദിച്ചു. എന്നിട്ട് മോളൊന്നും പറഞ്ഞില്ലേ? അമ്മക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കല്ലേ. നിന്റെ അതേ പ്രായത്തിൽ അന്ന് സിന്ധു ഇന്ന് ബിന്ദു. എന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവര് ധൈര്യത്തോടെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. നിനക്ക് വായില് നാവില്ലേ? വല്ലതൊക്കെ പറഞ്ഞാൽ സന്തോഷമായിട്ട് ഇരിക്കുക, അല്ലാതെ ഇതുപോലെ മൂങ്ങിയിരിക്കേണ്ടി വരും. ഹലോ ഹലോ അലീന. അലീനല്ലടാ അവളുടെ അമ്മയാ. ആ ആൻറ്റി, ഓളം ഓക്കെ ആയാ? അതിന് അവക്കെന്താ പ്രശ്നം? തലവേനയായിട്ട് ഇന്നലെ തൊട്ടേ ഒരേ കിടപ്പാ പറഞ്ഞു. ഓളിന്ന് രാവിലെ തൊട്ട് പഠിക്കുന്നതാ. എന്താ എൻ്റെ അടുത്ത് ഒന്നും പഠിച്ചിട്ടില്ല എന്ന്? അയ്യേ കള്ളപ്പടിപ്പി. മോളെ നിനക്ക് വേണമെങ്കിൽ പഠിക്കുവോ ബിറ്റെടുക്കുവോ എന്നാ ചെയ്തോ. എന്റെ മോളെ വിശ്വസിക്കാൻ നിൽക്കല്ലേ ഇങ്ങനത്തെ കാര്യത്തില്. ആൻറ്റി കേടുന്ന് ഇങ്ങനത്തെ മോളെ കിട്ടിയേ? എനിക്കറിയാൻ പാടില്ല കൊച്ചെ. അലീന, നീ റെഡി ആയിട്ട് നമുക്ക് സ്പൈഡറിന്റെ ഷോ കാണാൻ പോയാലോ? ഞാനില്ല, അമ്മ പൊക്കോ. എന്താ നീ ഇല്ലാത്തെ? അമ്മ എനിക്ക് അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഇല്ല, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്താ, നീ വാ. ഇനി 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള സബ്മിറ്റ് ചെയ്യണം. ഞാൻ നിന്നെ സഹായിക്കാം, നീ വാ. ഇതെന്താ കല്യാണത്തിന് പോവാണോ? അല്ല, സ്പൈഡർമാൻ കാണാൻ. പട്ടുവാ വടി വിട്ടിട്ടോ. നോക്ക്, ഞാനവിടെ മേശയിൽ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. വന്നിട്ടിട്ട് വാ. മത്തം കുത്തിയാലും അവക്കാടോ മുളക്കും.